ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി CPM. ഇൻകം ടാക്സിന്റെ നടപടി ഗുണ്ടായിസമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി AICC അംഗം അനിലക്കര. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ജില്ലയിലെത്തും. ഈ മാസം 15-ാം തീയതി കുന്നംകുളത്താണ് പ്രധാനമന്ത്രി എത്തുക. കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ വിമർശിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ കാർബൺ പതിപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. പ്രധാനമന്ത്രി ഇവിടെ സ്ഥിരതാമസമാക്കിയാലും തൃശൂരിൽ BJP ജയിക്കില്ലെന്നും മുരളീധരൻ. പ്രജാപരാമർശ വിവാദം രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടി വാക്കുകളെ എടുത്തിട്ട് മലീമസമാക്കുന്ന വർഗ്ഗങ്ങളോട് പുച്ഛം മാത്രമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ചന്ദ്രാപിനിയിൽ ദേശീയപാത നിർമ്മാണത്തിനുള്ള കമ്പിക്കെട്ട് ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ദേഹത്ത് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി ദോദർ പാസ്വാനാണ് മരിച്ചത്. കവിയും സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന P. സലീം രാജിന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ഏജൻസികളെ കോടതിയിൽ നേരിടാൻ CPM. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. ഇതിനായി CPM നേതൃത്വം നിയമോപദേശം തേടി. പിൻവലിച്ച തുക ഉപയോഗിക്കരുതെന്ന ആദായനികുതി വകുപ്പ് നിർദ്ദേശം അസാധാരണ നടപടിയെന്നാണ് CPM വിലയിരുത്തൽ. കോടതിയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടിയുണ്ടായാൽ കരുവന്നൂർ വിവാദം മറികടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. അക്കൗണ്ട് സംബന്ധിച്ച് ആദായനികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം ബാങ്കിൽ പരിശോധന നടത്തിയിരുന്നു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജില്ലയിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിൽ CPMന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രകടനം നടത്തും. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ MP PK ബിജു എന്നിവരോട് തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ഇൻകം ടാക്സിന്റെ നടപടി ഗുണ്ടായിസമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPMന്റെ 14 ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റികളുടെയും പതിറ്റാണ്ടുകളായുള്ള അക്കൗണ്ട് എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത് ഇൻകം ടാക്സ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതാണ്. ഇത്തരത്തിൽ കൃത്യമായി ചെയ്യുന്ന CPMന്റെ കണക്കിൽ കയറി കളിക്കുകയാണ് EDയും ഇൻകം ടാക്സും ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. M. രാജേഷ്, KV വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്ന കേരളത്തിന്റെ ഗ്യാരണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാലക്കുടിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ ചുരുക്കം ചില വാഗ്ദാനങ്ങൾ ഒഴികെ മറ്റുള്ളവയെല്ലാം നടപ്പാക്കി. കേന്ദ്ര സർക്കാർ പിടിച്ചുവച്ചിരിക്കുന്ന 64,000 കോടി രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ക്ഷേമ പെൻഷൻ ഇതിനകം 2,500 രൂപയാക്കുമായിരുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സാമ്പത്തികമായി BJP സർക്കാർ ശ്വാസം മുട്ടിക്കുമ്പോഴും പിണറായി സർക്കാർ മുന്നേറുകയാണ്. നീതി ആയോഗിന്റെ ഉൾപ്പെടെ 70ഓളം പുരസ്കാരങ്ങൾ നേടിയ കേരളത്തെ മോദിക്കും കൂട്ടർക്കും ഭയമാണ്. ഇതിനെ തകർക്കുവാനുള്ള ശ്രമമാണ് EDയെയും CBIയെയും പോലുള്ള ഗുണ്ടകളെ പോലെ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും BJPക്ക് കുടപിടിക്കുന്ന കോൺഗ്രസുകാരാകട്ടെ ഒരു കാര്യത്തിലും നിലപാടില്ലാത്തവരായി മാറിയെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് PI മാത്യു അധ്യക്ഷനായി. CBI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് CR വത്സൻ, JDS സംസ്ഥാന സമിതി അംഗം ജോസ് പൈനാടത്ത്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPM ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി AICC അംഗം അനിലക്കര. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം അക്കൗണ്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിൻവലിച്ചത് ദുരൂഹമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാവുന്ന പണം 95 ലക്ഷം രൂപയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലയിലെ 3 സ്ഥാനാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും അനിലക്കര പറഞ്ഞു. ഒരു പ്രശ്നമെന്നുള്ളത് 3 CPM സ്ഥാനാർത്ഥികൾ യഥാർത്ഥത്തിൽ അയോഗ്യരായിരിക്കുകയാണ്.
സാങ്കേതിക അർത്ഥത്തിൽ മാത്രമാണ് തുടരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം CPM ജില്ലാ കമ്മിറ്റി ലംഘിച്ചു. സ്ഥാനാർത്ഥികൾക്ക് ചെലവ് ചെയ്യേണ്ട തുകയുടെ പരിധിയിലേക്ക് ഇത് കടന്നു. ഇനി ഔദ്യോഗികമായി കണക്ക് കൊടുത്താൽ CPM അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികൾ, ഈ ജില്ലയിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ജയിക്കണ പ്രശ്നമില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികൾ തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അയോഗ്യരാക്കുന്ന ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അത് വളരെ ഗുരുതരമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിലുള്ള പണമിടപാടാണ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ മാസം 15-ാം തീയതി വീണ്ടും ജില്ലയിലെത്തും. കുന്നംകുളത്താണ് പ്രധാനമന്ത്രി എത്തുക. രാവിലെ 11 മണിക്ക് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേരത്തെ കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിലേക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു. കുന്നംകുളത്തെ പൊതുസമ്മേളനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചതായി BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തുന്നതോടെ ആലത്തൂർ, തൃശൂർ, ചാലക്കുടി മണ്ഡലങ്ങളിൽ അനുകൂല തരംഗമുണ്ടാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ വിമർശിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ കാർബൺ പതിപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. വടൂക്കരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ EDയുടെ നടപടികൾ തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. തൃശൂർ മണ്ഡലത്തിൽ BJPയെ വിജയിപ്പിക്കാൻ വല്ല അച്ചാരവും പിണറായി വിജയൻ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ ചെലവാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി എത്ര തവണ വന്നാലും BJPക്ക് തൃശൂർ കിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ സ്ഥിരതാമസമാക്കിയാലും BJP തൃശൂരിൽ ജയിക്കില്ല. പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ തൃശൂരിൽ സ്ഥിരതാമസമാക്കാമെന്നും മുരളീധരൻ പരിഹസിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മുഖ്യമന്ത്രിയുമായി ഡീൽ ഉറപ്പിക്കാനുള്ളതാണ്. തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുവാനാണ് പ്രധാനമന്ത്രി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വരുംതോറും UDFന് വോട്ട് കൂടുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പ്രജാപരാമർശം ആവർത്തിച്ചും വിമർശിച്ചവർക്ക് മറുപടി നൽകിയും സുരേഷ് ഗോപി. രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടി വാക്കുകളെ എടുത്തിട്ട് മലീമസമാക്കുന്ന വർഗങ്ങളോട് പുച്ഛം മാത്രമെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജനങ്ങൾ പ്രജകളാണെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം ഇടതുപക്ഷമടക്കമുള്ള പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് പ്രജാപരാമർശം വീണ്ടും നടത്തി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. പ്രജാരാജ്യം എന്നാണെന്നും അവിടെ പ്രജകളാണെന്നും പ്രജകൾ എന്ന് തന്നെയാണ് പറയപ്പെടേണ്ടതെന്നും പറഞ്ഞായിരുന്നു തന്നെ വിമർശിക്കുന്നവർക്ക് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മറുപടി. പ്രജകൾ എന്ന് പറയപ്പെടുന്ന, വിളിക്കപ്പെടേണ്ട പ്രജാരാജ്യം എന്നാണ് പറയുന്നത്, പ്രജാതന്ത്രം എന്നാണ് പറയുന്നത്. വാക്കുകളെ എടുത്തിട്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മലീമസമാക്കുന്ന വർഗങ്ങളോട് നമുക്ക് പുച്ഛം മാത്രമേ തോന്നാൻ സാധിക്കൂ. നേരത്തെ LDFന്റെ തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത സാഹിത്യകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടും സുരേഷ് ഗോപിയുടെ പ്രജാപരാമർശത്തെ നിശിതമായി വിമർശിച്ചിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിലും പരാമർശത്തിനെതിരെ നിരവധി പേർ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി വീണ്ടും സമാന പരാമർശം നടത്തിയത്. TCV തൃശൂർ. ചന്ദ്രാപിനിയിൽ ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ 3.5 ടൺ ഭാരമുള്ള കമ്പിക്കെട്ട് ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി 49 വയസ്സുള്ള ദോദർ പാസ്വാനാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ചന്ദ്രാപിനിയിലുള്ള യാർഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മണപ്പുറത്തിന്റെ പ്രിയ കവിയും സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന P. സലീം രാജന് അന്ത്യാഞ്ജലികളുമായി സാംസ്കാരിക നഗരി. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് വലപ്പാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം അന്തരിച്ച P. സലീം രാജന്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ചു. സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, മുൻ പ്രസിഡന്റ് വൈശാഖൻ, MLA മാരായ P. ബാലചന്ദ്രൻ, സേവിയർ ചിറ്റരപ്പള്ളി, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, CPI നേതാവ് KP രാജേന്ദ്രൻ, കവി ഡോക്ടർ C. രാവുണ്ണി, VG തമ്പി, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, സാഹിത്യ അക്കാദമിയിലെ സഹപ്രവർത്തകർ തുടങ്ങി നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അരമണിക്കൂറോളം പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം ജന്മനാടായ തളിക്കുളത്തേക്ക് കൊണ്ടുപോയി. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി തിങ്കളാഴ്ച.
നിലവിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 10-ഉം ചാലക്കുടിയിൽ 12-ഉം ആലത്തൂരിൽ 5-ഉം സ്ഥാനാർത്ഥികളാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിലുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപമാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ജില്ലയിൽ 26.67 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മാർച്ച് 25-ാം തീയതി വരെ അവസരം നൽകിയിരുന്നു. ഇതുപ്രകാരം ജില്ലയിൽ 76,500 വോട്ടർമാർ കൂടി പുതിയതായി വോട്ടർ പട്ടികയിൽ ഇടം നേടി. 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 14,83,055 വോട്ടർമാരാണുള്ളത്. കന്നി വോട്ടർമാരും നിഷ്പക്ഷ വോട്ടുകളും നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി UDF ചെയർമാൻ A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ PM അമീർ, ബാബുരാജ്, രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന്റെ റോഡ് ഷോ ചേലക്കരയിൽ നടന്നു. നിരവധി BJP പ്രവർത്തകർ റോഡ് ഷോയിൽ അണിചേർന്നു. BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കടങ്ങോട് മേഖലയിൽ പര്യടനം നടത്തി. കടങ്ങോട് അരിക്കാട്ടുകുണ്ട് കോളനി, കുഴിപ്പോത്ത് കോളനി, മണ്ടമറമ്പ് കോളനി എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, ബ്ലോക്ക് മെമ്പർ KK മണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് എന്നിവർ സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ നേതൃത്വം കൊടുക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കി ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി P രാജീവ്. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി മൈക്രോ ഫിനാൻസ് സംസ്ഥാന വാർഷിക സമ്മേളനം കൊരട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംവരണമുള്ള മേഖലയിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭ്യമായില്ലെങ്കിൽ സംവരണം എന്നത് അർത്ഥശൂന്യമാകുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംവരണമുള്ള മേഖലയിൽ ജോലിക്ക് ആളെയെടുത്താൽ മാത്രമേ സംവരണം കൊണ്ട് പ്രയോജനമുണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആർക്കും തൊഴിൽ നൽകുന്നില്ല. പട്ടാളത്തിൽ പോലും താൽക്കാലിക ജോലി സംവിധാനമാണ് ഏർപ്പെടുത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA സമ്മേളനത്തിൽ ആദരിച്ചു. സംസ്ഥാന മൈക്രോ കൺവീനർ സരള സുരേഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അശോകൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KV ജയരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KR സുമേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാ പ്രശ്നങ്ങളും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി തൃശൂരിൽ ഏകദിന ഉപവാസ സമരം നടത്തി. EMS സ്ക്വയറിന് സമീപം നടന്ന ഉപവാസ സമരം ആം ആദ്മി സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, സെക്രട്ടറി ജിജു ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, കിസാൻ വിംഗ് സംസ്ഥാന സെക്രട്ടറി ജസ്റ്റിൻ ജോസഫ്, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് അലി ആസാദ്, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. താൽക്കാലിക ഡ്രൈവറായ കുന്നത്തങ്ങാടി സ്വദേശി സതീശനാണ് മരിച്ചത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ മുറിയിലാണ് സതീശനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോർപ്പറേഷനിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഡ്രൈവറാണ് സതീശൻ. നൈറ്റ് ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് പതിവായി ഉണ്ടാകാറ്. ശനിയാഴ്ച രാത്രിയിലും ഡ്യൂട്ടിയിലായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 7 വർഷമായി കോർപ്പറേഷനിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയതുൾപ്പെടെയുള്ള കേസിൽ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് ആൽത്തറ സ്വദേശി എസ്റ്റേറ്റ് പടി വീട്ടിൽ ചിന്നരാസ് എന്ന ചിന്നനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2020 കേസിനാസ്പദമായ സംഭവം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ പ്രതി യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതി ജാമ്യമെടുക്കുകയും പിന്നീട് കേസിന് ഹാജരാകാതെ മുങ്ങി നടക്കുകയുമായിരുന്നു. പ്രതി ഹാജരാകാതിരുന്നതോടെ പ്രതിക്കെതിരെ കുന്നംകുളം കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. തുടർന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനിയിറങ്ങി വീട്ടുപറമ്പിലെ കൃഷി നശിപ്പിച്ചു.
കുഴിയാനിമറ്റത്തിൽ ജെയിംസിന്റെ പറമ്പിലാണ് ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയും ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. 2 ആനകളാണ് ഞായറാഴ്ച പുലർച്ചെ പറമ്പിലിറങ്ങിയത്. നിരവധി നേന്ത്രവാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. 2 ദിവസം മുൻപ് ആനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ച തോട്ടത്തിലെ ബാക്കിയുള്ള വാഴകളാണ് ഇത്തവണ പിഴുതെറിഞ്ഞത്. 1 മാസത്തിനിടെ 3-ാം തവണയാണ് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. നിരന്തരം കാട്ടാനകൾ ഇറങ്ങി ജെയിംസിന്റെ പറമ്പിലെ 100-ലേറെ റബ്ബർ മരങ്ങളും വാഴത്തോട്ടവും കവുങ്ങുകളും പച്ചക്കറി കൃഷിയുമാണ് നശിപ്പിച്ചത്. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. റംസാൻ വ്രതാനുഷ്ഠാനത്തിൽ പകൽ അന്നപാനീയങ്ങൾ വെടിയുന്നത് മൂലം കുറവ് വന്നേക്കാവുന്ന പോഷകങ്ങളെല്ലാം വീണ്ടെടുക്കാൻ ഉതകുന്ന വിഭവങ്ങളാണ് സായന്തനങ്ങളിലെ നോമ്പുതുറയുടെ സവിശേഷത. പഴച്ചാറുകൾ ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ, പഴങ്ങൾ, ലഘുപലഹാരങ്ങൾ എന്നിവ നോമ്പ് തുറക്കാനും സ്വാദിഷ്ടമായ വിഭവങ്ങൾ തുടർന്നുള്ള ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്നത് വ്രതാനുഷ്ഠാന സമയത്ത് നഷ്ടമാകുന്ന ഊർജം തിരികെ ലഭിക്കാൻ സഹായകമാവും. ഉദയാസ്തമയങ്ങൾക്കിടയിലെ ഉപവാസത്തിന് വിരാമമിടാനായി പാനീയങ്ങളും പഴങ്ങളും കഴിക്കുന്നത് ശരീരത്തിന് നവോന്മേഷം കൈവരാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും ഇടയാക്കും. നാര് സമ്പുഷ്ടമായതിനാൽ പഴങ്ങൾ ദഹനപ്രക്രിയയെ സുഗമമാക്കും. നാരങ്ങവെള്ളം, ജ്യൂസ്, തരിക്കഞ്ഞി, വെള്ളം തുടങ്ങിയ പാനീയങ്ങളാണ് നോമ്പ് തുറക്കുന്നതിന് സാധാരണയായി ഉണ്ടാകാറുള്ളത്. ഒപ്പം ഈന്തപ്പഴം, തണ്ണിമത്തൻ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ പഴങ്ങളിൽ ചിലതും സമൂസ, ഉന്നക്കായ തുടങ്ങിയ ലഘുപലഹാരങ്ങളും ഉണ്ടാകാറുണ്ട്. നോമ്പുതുറയെ തുടർന്നുള്ള ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. പത്തിരി, പൊറോട്ട, നെയ്ച്ചോറ്, ബിരിയാണി തുടങ്ങിയ ഭക്ഷണ ഇനങ്ങൾ പോത്ത്, കോഴി, ആട് തുടങ്ങിയവയുടെ മാംസം കൊണ്ടുള്ള സ്വാദിഷ്ട വിഭവങ്ങളോടെയാണ് വിളമ്പാറുള്ളത്. പാനീയങ്ങളും പഴങ്ങളും ലഘുപലഹാരങ്ങളും ആസ്വദിച്ചുള്ള നോമ്പുതുറയെ തുടർന്ന് നിസ്കാരശേഷം പ്രധാന ഭക്ഷണം കഴിക്കുന്നതാണ് പതിവ്. വീടുകളിലെ നോമ്പുതുറയ്ക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വിഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. അതേസമയം വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒരുക്കുന്ന സമൂഹ നോമ്പുതുറകളിലും തുടർന്നുള്ള ഇഫ്താർ വിരുന്നുകളിലും സ്വാദേറും വിഭവസമൃദ്ധി സാധാരണമാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. മലയാളത്തിൽ ആരെയും അനുകരിക്കാത്ത ഒറ്റപ്പെട്ട സാഹിത്യ പ്രതിഭാസങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറും BKനുമെന്ന് പ്രൊഫസർ SK വസന്തൻ പറഞ്ഞു. മലയാള കാവ്യസാഹിതി തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിതി ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടശ്ശേരിക്കര അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, മീന അരവിന്ദ് എന്നിവരെ ആദരിച്ചു. പ്രൊഫസർ VA വർഗീസ്, ബിന്ദു ദിലീപ് രാജ്, ബേബി പേനകം തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കിലിൽ ഗോൾഡ് ലോൺ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. പുത്തൂർ കൈനൂർ സ്വദേശി ചിറയത്ത് സിജോ സേവ്യറിനെയാണ് പോലീസ് പിടികൂടിയത്. പാലക്കൽ ഐശ്വര്യ ഗോൾഡ് ലോണിൽ 33 ഗ്രാം തൂക്കം വരുന്ന വ്യാജ സ്വർണ്ണമാല പണയം വെച്ച് പണം വാങ്ങാൻ ശ്രമിച്ചപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. പ്രതി സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ഹൈന്ദവ സേവാ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന അന്നദാന യജ്ഞത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ അന്നദാന യജ്ഞം ഉദ്ഘാടനം ചെയ്തു. വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ ഭദ്രദീപം തെളിയിച്ചു. അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ P നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. 3 ദിവസങ്ങളിലായി 2 ലക്ഷത്തിൽ പരം ഭക്തർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. കൊല്ലം തലയിണക്കാവിൽ ട്രെയിനിൽ നിന്ന് വീണ് തൃശൂർ കൺട്രോൾ റൂമിലെ ഗ്രേഡ് ASI മരിച്ചു. കൊല്ലം പോരുവഴി സ്വദേശി 55 വയസ്സുള്ള മോഹനകുമാറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. തൃശൂർ CMS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന നടൻ സുകുമാരന്റെ പത്നിയും നടിയുമായ മല്ലിക സുകുമാരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അഭിനയരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ മല്ലികയെ ചടങ്ങിൽ ആദരിച്ചു. മുഖ്യാതിഥിയായിരുന്ന നടൻ TG രവി പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ, ഫുട്ബോൾ താരം IM വിജയൻ, നടൻ സുനിൽ സുഗത എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിവിധ മേഖലകളിൽ വിശിഷ്ട സേവനം നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ S ശിവരാമകൃഷ്ണൻ, പ്രൊഫസർ ദേവനാരായണൻ, മുഹമ്മദ് റഫീഖ്, ഡോക്ടർ NP ചന്ദ്രശേഖരൻ, PM മനോജ് എന്നിവരെയും സംഗമത്തിൽ ആദരിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജോൺസൺ, പ്രിൻസിപ്പൽ AD ഫ്രാൻസിസ്, ഹെഡ്മാസ്റ്റർ സജി സാമുവൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ EU രാജൻ, ജോയിന്റ് സെക്രട്ടറി MV ജയരാജൻ എന്നിവർ പങ്കെടുത്തു. 10ലും 12ലും എത്തിയപ്പോഴാണ് ഇടിവെട്ടും മിന്നലും വന്ന് എന്തോ പറഞ്ഞ പോലെ
മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പത്മഭൂഷൺ പ്രേം നസീറിന്റെ 98ാം ജന്മദിനാഘോഷം തൃശൂരിൽ നടന്നു. മലയാള സിനിമാ വ്യവസായത്തിന് വളരെ വലിയ പങ്കുവഹിച്ച മഹാനടനാണ് പ്രേം നസീർ എന്ന് സുരേഷ് ഗോപി. പ്രേം നസീർ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷനാണ് നിത്യഹരിതം എന്ന പേരിൽ തൃശൂരിൽ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. മലയാള സിനിമയ്ക്കും സിനിമാ വ്യവസായത്തിനും പ്രേം നസീർ നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന നടൻ സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. എനിക്ക് തോന്നുന്നു കേരളം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നൽകിയതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമ വ്യവസായത്തിന് ഒരു വ്യക്തി എന്ന് പറയുന്ന ഫുട്ബോളിൽ നിന്നുകൊണ്ട് മലയാള സിനിമയെ ഒരു വ്യവസായമാക്കുന്നതിന് ഇത്രമാത്രം അഹോരാത്രം പണിയെടുത്ത് ഒരു ദിവസം 3-4 ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്ത ഒരു വലിയ കലാകാരനാണ്, ഒരു വ്യവസായമാണ് കേരളത്തിൽ സ്ഥാപിതമാക്കിയത്. എന്നാൽ രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ പ്രേം നസീർ എന്ന വ്യക്തിയോട് കേരളം വേണ്ട വിധത്തിലുള്ള ആദരവ് കാട്ടിയില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ കേരളം ഇന്നീ കാണുന്ന ദുരന്തത്തിലേക്ക് എത്തില്ലായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദുരന്തത്തിൽ ചെന്ന് പതിച്ചതിന് വിപരീതമായി ഒരു രക്ഷാപാത അദ്ദേഹത്തിന് ചിലപ്പോൾ അന്ന് തുടങ്ങി വയ്ക്കുവാൻ സാധിക്കുമായിരുന്നു. അക്കാര്യത്തിൽ കേരളം അദ്ദേഹത്തോട് നിഷേധം കാട്ടി എന്ന് ഞാൻ പറയത്തില്ല. ഒരു ട്രിബ്യൂട്ട്, ഒരു സമർപ്പണം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് നൽകാൻ സാധിച്ചില്ല എന്നുള്ളത് പറയുന്നതിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈഭവം, അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്ന നിലയ്ക്കുള്ള സേവനത്തിന് വേണ്ടിയുള്ള പ്രാപ്തിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് പറയുന്നതാണ്. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ പി ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് റോളി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ മോഹൻ സിത്താര, നടൻ ശിവജി ഗുരുവായൂർ, സംഘടനാ രക്ഷാധികാരി പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ, സെക്രട്ടറി പ്രേം സാഗർ രാജസുന്ദർ, സോന ബാബു, സി വേണുഗോപാൽ, ശ്രീധരൻ നായർ, കെ വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി യുവതി സുമനസ്സുകളുടെ സഹായം തേടുന്നു. അന്നമനട മേലടൂർ ആനാമ്പലത്ത് ദിനിൽകുമാറിന്റെ ഭാര്യ റീനയാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. റീനയുടെ 2 മക്കളും സ്കൂൾ വിദ്യാർത്ഥികളാണ്. കരൾ മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. നാട്ടിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ദിനിൽകുമാറിന് ഇത്രയും തുക കണ്ടെത്തുന്നത് അസാധ്യമായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വാർഡ് മെമ്പർ TK സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മേലടൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾക്ക് 0178-5000015852 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV മാള. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്ട്രിക്സ് ഗൈനക്കോളജി സൊസൈറ്റിയും തൃശൂർ ഒബ്സ്ട്രിക്സ് ഗൈനക്കോളജി സൊസൈറ്റിയും സംയുക്തമായി തൃശൂർ നഗരത്തിൽ മെഗാ വാക്കത്തോൺ സംഘടിപ്പിച്ചു. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നായ്ക്കനാലിൽ നിന്നും തെക്കേ ഗോപുരനടയിലേക്ക് സംഘടിപ്പിച്ച മെഗാ വാക്കത്തോൺ DMO ഡോക്ടർ ശ്രീദേവി ഫ്ളാഗ് ഓഫ് ചെയ്തു. TOGS പ്രസിഡന്റ് ഡോക്ടർ M ബിന്ദു അധ്യക്ഷത വഹിച്ചു. KFOG പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, KFOG സെക്രട്ടറി ഡോക്ടർ സുഭാഷ് മല്യ, TOGS സെക്രട്ടറി ഡോക്ടർ ശ്യാമ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് സ്വാമിപ്പടിയിൽ യുവാവ് വീട്ടുകിണറ്റിൽ വീണ് മരിച്ചു. വെളുത്താരി വീട്ടിൽ പത്മനാഭൻ മകൻ 31 വയസ്സുള്ള ശബരീഷാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ശബരീഷിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി CPM. ഇൻകം ടാക്സിന്റെ നടപടി ഗുണ്ടായിസമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി AICC അംഗം അനിൽ അക്കര. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ജില്ലയിലെത്തും. ഈ മാസം 15-ാം തീയതി കുന്നംകുളത്താണ് പ്രധാനമന്ത്രി എത്തുക. കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ വിമർശിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ കാർബൺ പതിപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പ്രധാനമന്ത്രിയുടെ സ്ഥിരതാമസമാക്കിയാലും തൃശൂരിൽ BJP ജയിക്കില്ലെന്നും മുരളീധരൻ.
പ്രജാപരാമർശ വിവാദം രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടി വാക്കുകൾ എടുത്തിട്ട് മലീമസമാക്കുന്ന വർഗങ്ങളോട് പുച്ഛം മാത്രമെന്ന NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ചന്ദ്രാപിനിയിൽ ദേശീയപാത നിർമ്മാണത്തിനുള്ള കമ്പിക്കെട്ട് ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ദേഹത്ത് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി ദോദർ പാസ്വാനാണ് മരിച്ചത്. കവിയും സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന P. സലീം രാജിന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.